അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യ സഹോദരന്മാരെ, ഈ റമദാൻ വന്നപ്പോൾ പുതിയ ഒരു വെല്ലുവിളിയും പുതിയ ഒരു വ്യാഖ്യാനവും ചില പരാമർശങ്ങളുമായി ചില മഹാന്മാരായ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തകന്മാരായ അബ്ദുൽ മാലിക് സലഫിയും റഫീഖ് സലഫി എന്ന് പറയുന്ന രണ്ട് വലിയ ആളുകൾ വളരെ വലിയ ന്യായങ്ങളുമായി വന്നിരിക്കുന്നു. അവർക്ക് സംഭവിച്ച വീണത് വിദ്യയാക്കാവുന്ന തന്ത്രവുമായിട്ടാണ് അവർ വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ ഷഅബാൻ 30 ഖുർആൻ അല്ലാഹു ഖദ്ദർനാഹു മനാസില വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഷഅബാൻ മാസത്തിന് 30 മൻസിലുകളുണ്ട്. അതിലൊരു മൻസിൽ അവസാനത്തെ മൻസിലാണ്. അത് ചന്ദ്രനെ കാണാൻ പറ്റാത്ത ദിവസമുള്ള മൻസിലാണ്. അത് കാണുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അത് 30 കഴിയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. പിറ്റേന്ന് റമദാൻ 1. ലോകത്ത് 69 രാഷ്ട്രങ്ങളിൽ റമദാൻ 1 തുടങ്ങിയത് സൗദി അറേബ്യയിലും മറ്റുള്ള നാടുകളിലൊക്കെ കണ്ടു എന്ന് പറയുന്ന വാദപ്രകാരം അവർ സ്ഥിരീകരിച്ചപ്പോഴാണ്. സുബിത്തയാണ് സ്ഥിരീകരണം നടന്നപ്പോഴാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഏതാണ്ട് ഇവിടെ മർക്കസ് ദഅവ വിഭാഗവും അതുപോലെ തന്നെ ഹിജ്റ കമ്മിറ്റി വിഭാഗവും കൃത്യമായി തന്നെ കണക്കിൻ്റെയും ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച നോമ്പ് 1 എന്ന് അവർ പ്രഖ്യാപിക്കുകയും തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി ഇവർ ബേജാറായി. കാരണം ശനിയാഴ്ച ഈ വിഷ്ണുക്കാർക്ക് 29 സമസ്തക്കാരെ പോലെ തന്നെ അവർക്ക് അന്ന് 29 30ൻ്റെ ദിവസം വെള്ളിയാഴ്ച അവർക്ക് 28. അപ്പോൾ ഒരിക്കലും മാസം കാണാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പല്ല. അതുകൊണ്ട് അവർ കാണണമെന്ന് ആവശ്യപ്പെട്ടില്ല. പിറ്റേ ദിവസം കാണണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് നന്നായി കണ്ടു. കണ്ണ് നിറയെ അവിടെ ബാത്റൂമിൽ വെച്ച് വരെ ചന്ദ്രൻ അവർക്ക് കാണാൻ കഴിഞ്ഞു. കാരണം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. കാരണം അത് 1-ാം തീയതിക്കലത്തെ ചന്ദ്രനാണ്. അത് 30-ാം തീയതിക്കലത്തെ അല്ല, കഴിഞ്ഞ 30-ാം തീയതിക്കലത്തെ അല്ല, അല്ലെങ്കിൽ 29-ാം തീയതിക്കലത്തെ അല്ല. അത് ആ 30-ാം തീയതി എന്ന് പറയുന്ന ഇവർ പറയുന്ന 29-ാം തീയതിൻ്റെ 26 മിനിറ്റ് കേരളത്തിലൊക്കെ ചക്രവാളത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വെള്ളിയാഴ്ച ന്യൂമൂൺ സംഭവിച്ചത്, അഥവാ പുതിയ ഹിലാൽ ജന്മം കൊണ്ടത് വെള്ളിയാഴ്ചയുടെ ഭൂലോക ദിനാരംഭത്തിൻ്റെ 3/4 മണിക്കൂർ കഴിഞ്ഞ ഉടനെ. ദിനാരംഭം നടന്ന് 3/4 മണിക്കൂർ 00:45 ആ സമയത്താണ് ന്യൂമൂൺ എന്ന് പറയുന്ന ഹിലാലിൻ്റെ രൂപീകരണം സംഭവിച്ചത്. അതോടുകൂടി മാസം മാറുന്നുണ്ട്. അതിലെ 10-23 മണിക്കൂർ ബാക്കിയുണ്ട് ആ ദിവസത്തിൽ. അതുകൊണ്ട് ആ ദിവസം ലാസ്റ്റ് ഡേ ആണ്, അവസാനത്തെ ദിവസമാണ് മാസത്തിലെ. പിറ്റേ ദിവസമാണ് 1-ാം തീയതി. അതുകൊണ്ട് തന്നെ അന്നത്തെ അസ്തമനത്തിൽ എല്ലായിടത്തും കുറച്ച് മിനിറ്റുകളുണ്ടാകും. പക്ഷെ അത് കാണുകയില്ല. 48 മിനിറ്റ് ഇല്ലാതെ ഒരിക്കലും കാണില്ല, കണ്ട ചരിത്ര ശാസ്ത്രത്തിലുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കേരളം CD ടവറുകാർ പ്രഖ്യാപിച്ചതുപോലെ 26 മിനിറ്റ് ഉണ്ടായി. നോക്കാൻ അവർ ആവശ്യപ്പെട്ടു, പലരും ആവശ്യപ്പെട്ടു. പക്ഷേ കണ്ടില്ലാത്തതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? 30 തികച്ചു. ഈ അടുത്ത കാലത്തെങ്ങാനും ഏതെങ്കിലും ഒരു ഷഅബാൻ 29 ഇവർ അവസാനിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ ഷഅബാനുകളും 30 ആണെങ്കിൽ അത് യഹൂദന്മാരുടെ തിയറി അല്ലേ? അത് അവരുടെ ആ തിയറി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് എല്ലാ റമദാനും 29 ആയിരുന്നു, എല്ലാ ഷഅബാനും 30 ആയിരുന്നു, എല്ലാ ഷവ്വാലും 30 ആയിരുന്നു. അങ്ങനെയായിരുന്നു. റസൂൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മാസം 29 ഉണ്ടാകാം, 30 ഉണ്ടാകാം. എല്ലാ റമദാനും 30 അല്ല, എല്ലാ റമദാനും 29 അല്ല, എല്ലാ ഷഅബാനും 30 അല്ല, എല്ലാ ഷഅബാനും 29 അല്ല. കാഴ്ചക്കാരുടെ മാനദണ്ഡമാണുള്ളത്. ഈ വക കണക്കുകളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് മരിച്ചത്. അതുകൊണ്ട് തന്നെ നബിയുടെ നിസ്സഹായത റസൂൽ വ്യക്തമാക്കി. സമൂഹത്തിൻ്റെ നിലവാരം ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, നബി ഞാൻ ഉമ്മിയ എന്നല്ല റസൂൽ പറഞ്ഞത്. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, നമ്മൾ മൊത്തത്തിൽ എടുത്താൽ അക്ഷരജ്ഞാനവും അറിവും കണക്കും അതേപോലെ തന്നെ ഗോളശാസ്ത്ര അറിവും ഉമ്മത്തുൻ ഉമ്മിയ ലാ നക്തുബു വലാ നഹ്സുബു, ഗണിതശാസ്ത്രവും ലിഖിതശാസ്ത്രവും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് പരാതി. അറിയില്ല എന്ന് വെക്കേണ്ടതല്ലേ? നമ്മൾ ആ ചെയ്യുന്നവരല്ല, എഴുതുന്നവരല്ല, നമ്മൾ കണക്ക് കൂട്ടുന്നവരുമല്ല. പിന്നെ നമുക്കെന്താ മാർഗം? അശ്ശറു ഹാക്കഥ വാഹക്കഥ വാഹക്കഥ, അശ്ശറു ഹാക്കഥ വാഹക്കഥ വാഹക്കഥ, ഇങ്ങനെ 29-30 വിരലുകൊണ്ട് എണ്ണിക്കണക്കാക്കി പഠിപ്പിക്കുന്ന ഒരു ജനത. ആ ജനതയോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റസൂൽ പറയണല്ലേ. അങ്ങനെയുള്ള ജനം ഇന്നങ്ങനെയാണോ?
ഇന്ന് നമ്മൾ കേന്ദ്രമിൻ്റെ ആളുകളായാലും എല്ലാ വിഭാഗം ആളുകളും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രനായാൽ പോലും ഇത്ര മിനിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ പറച്ചിലിപ്പ് നിന്നിക്കണം. 29-നോ 30-നോ മാസം നോക്കാൻ വേണ്ടി പറയുന്ന ദിവസം കാണലില്ലാണ്ടായിപ്പോൾ. പണ്ട് 5 മിനിറ്റും 3 മിനിറ്റും 10 മിനിറ്റ് ഉള്ളപ്പോൾ കണ്ടതായി പ്രഖ്യാപിച്ചിരുന്നു. ഇല്ലാത്ത ചന്ദ്രനെ പോലും കണ്ട് തീരുമാനിച്ചിരുന്നു. അത് പിന്നെ കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അത് അവസാനിച്ചു. അൽഹംദുലില്ലാഹ്, നല്ലത്. എന്നാൽ കേരള ഹിലാൽ കമ്മിറ്റിക്കാർ ചെയ്യേണ്ട ഒരു വിഷയം സൂര്യാസ്തമനത്തിന് മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ പരിഗണിക്കേണ്ട എന്ന് പറയുന്നത് പിന്നും ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. ശേഷം ചന്ദ്രൻ ഉണ്ടായാലോ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ? അതിനുള്ള ധൈര്യം അവർക്കില്ല. അവർ ബഹുജനത്തിൻ്റെ ഒപ്പം കൂടുകയാണ്, ആ വിദ്യാർത്ഥികളോടൊപ്പം കൂടുകയാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും സംസാരിക്കാൻ കാരണം, ഇപ്പോൾ പുതിയ വ്യാഖ്യാനവുമായി ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻകാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്, ആ ഹദീസിൽ പറയുന്നത് അവർ പിന്നെ ബത്ന് നഖ്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു വിവാഹം, അബുൽ ബുഖ്തരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഉംറക്ക് പുറപ്പെട്ടു. ബത്നു നഖ്ലയിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ചന്ദ്രനെ ഏന്തി നോക്കി കണ്ടു. അപ്പോൾ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് 2ാമത്തെ ദിവസത്താണ്, ഇതിൻ്റെ മൂന്നാമത്തെ തീയതിയിലെ ചന്ദ്രനാണ്. വക്കാല ബഅദുൽ ഖൗമി, ചില ആളുകൾ പറഞ്ഞു ഇബ്നു ലൈലത്തൈനി, 2ാമത്തേതാണ്. ഒന്നെന്നുള്ള വർത്താനം അവിടെ ഇല്ല. എന്നാൽ ഇവിടെ നമ്മളുടെ അബ്ദുൽ മാലിക് സലഫി ഇവിടെ 2 3 എന്നതിനെക്കുറിച്ച് അവർ തർക്കിച്ചു. ഒന്ന് ഏതായാലും അല്ല എന്ന് നബിയുടെ ഹദീസിൽ പറഞ്ഞതുപോലെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ദുർവ്യാഖ്യാനമാണത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് സംശയമായി, അവർ തർക്കമായി. അവർ ഇബ്നു അബ്ബാസിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഇന്നാറ അയിന അൽ ഹിലാൽ, ഹിലാലിനെ ഞങ്ങൾ കണ്ടു. ഫക്കാല ബഅദുൽ ഖൗമി, ജനങ്ങൾ ചിലർ പറയുന്നത് ഇത് 3ാമത്തെ ദിവസത്തേതാണ്, ചിലർ പറയുന്നത് 2ാമത്തെ ദിവസത്തേതാണ്, എന്താണ് ഇതിൻ്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് രാത്രിയിലാണ് നിങ്ങളിത് കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ലൈലത്തെ കഥാവക്കഥ, ഇന്ന രാത്രി ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറയാം, പിന്നെ അദ്ദേഹം പറയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഗതി ഇതാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ മദ്ദഹു ലിറുഇയ, കാണാൻ മാത്രമുള്ള സൗകര്യം ആ ചന്ദ്രൻ ഉണ്ടായതാണ്. കാരണം 2-ാം തീയതിയാണ് അല്ലെങ്കിൽ 3-ാം തീയതിയാണ്, അപ്പോൾ കാണാൻ മാത്രം സമയമുണ്ട്. ഇതുപോലെ ഈ കൊല്ലത്തെ റമദാൻ പോലെ തന്നെ കാണാനുള്ള സൗകര്യം വർദ്ധിച്ചു. കാരണം നിങ്ങൾ ബാത്റൂമിൽ ഇരുന്നിട്ട് കക്കൂസിൽ ഇരുന്നിട്ടും അടുക്കളയിൽ ഇരുന്നിട്ടൊക്കെ ചന്ദ്രനെ കാണാൻ പറ്റി. കാരണം എന്താണ്? 2-ാം തീയതിയാണത് അല്ലെങ്കിൽ 3-ാം തീയതിയാണ്. അതുകൊണ്ട് എല്ലാം 1-ാം തീയതിയാണെന്നുള്ള ഹദീസിൽ ഒന്നുമില്ല. ഇവിടെ അബ്ദുൽ മലിക് സലഫി മദ്ദഹു എന്ന് പറഞ്ഞ ആ ദിവസമാണ് 1 എന്ന് പറയുന്നുണ്ട്. ദുർവ്യാഖ്യാനമാണ്. ആ ദിവസം 1 എന്ന് ഹദീസിലില്ല. ഹദീസിൻ്റെ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടില്ല, ആരും തന്നെ പറയുന്നില്ല. പിന്നെ പറയുന്ന ഇമാം മുസ്ലിം ഇത് ഉദ്ധരിച്ച് ഹദീസിന് ബാബ് കൊടുത്തത് അന്നഹു ലാ ഇഅ്തിബാറ ബികിബ്രി ലില്ലാഹി വസഗരിഹി, ചെറുതോ വലുതോ എന്നുള്ളതല്ല മാനദണ്ഡമെന്ന്. അതാരും മാനദണ്ഡമാക്കിയിട്ടുമില്ല, അതാരും മാനദണ്ഡം ആക്കണമെന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസത്തെയും ചന്ദ്രൻ്റെ ചെറുതും വലുതും പരിഗണിക്കണമെന്നല്ലേ പിന്നെ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എല്ലാ മുഫസ്സിറുകളും വിശദീകരിച്ചത്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതു ലിന്നാസ്. അഹില്ലത്ത് എന്ന് പറയുന്നത് എന്താ? എല്ലാ ദിവസവും നോക്കിയാലേ അഹില്ലത്ത് കാണുള്ളൂ. നിങ്ങൾ സൂര്യാസ്തമന ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രനെ, വ്യക്തമായി ഞാൻ അടിവരയിട്ട് പറഞ്ഞു, അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് നാളെ 1-ാം തീയതിയാണ് എന്ന് പറയുന്ന തനി വിഡ്ഢിത്വം, തനി ബിദ്അത്ത്, അങ്ങനെ സമ്പ്രദായം തന്നെ റസൂലിൻ്റെ സുന്നത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് പലരും കണ്ട വർത്തമാനം പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ആ കാലഘട്ടം അതാണ്. അന്ന് അവർക്ക് ഈ കണക്കില്ലാത്ത, ഗോളശാസ്ത്രം അറിയാത്ത, നബി തന്നെ വിശദീകരിച്ച ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ലാതെ വേറെ എന്ത് ചെയ്യും? അതുകൊണ്ട് അവർ അഹില്ലത്ത് നോക്കിയിട്ട് തീരുമാനിച്ചെടുത്തിരുന്നത്. അതിൽ അബദ്ധം ചില സമയങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ച ചില സംഭവങ്ങളൊക്കെ റിപ്പോർട്ടുകളിലുണ്ട്. അത് വെറും കാഴ്ചയെ മാനദണ്ഡമാക്കുമ്പോൾ അങ്ങനെ അബദ്ധം സംഭവിക്കുകയും ചെയ്യും. ഈ ഹദീസിൽ വ്യക്തമായിട്ട് റസൂൽ പറയുന്നത് എന്താണ്? അബുൽ ബുഖ്തരിൽ ഉദ്ധരിച്ച് റസൂൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏത് രാത്രിയിലാണ് ഹിലാൽ കണ്ടത് എന്ന് ഇബ്നു അബ്ബാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇന്ന രാത്രിയിലായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇന്നല്ലാഹ മദ്ദഹു ലിറുഇയ, അള്ളാഹു ചന്ദ്രക്കല ഏർപ്പെടുത്തിയത് അത് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന് അള്ളാഹു തആല നോക്കി, ഈ മദ്ദ എന്ന വാക്കിനെ നിങ്ങൾ നീട്ടിയെന്നൊന്നും അർത്ഥം പറയേണ്ട ആവശ്യമില്ല, സൗകര്യം ചെയ്തു എന്നേ അതിന് ആശയമുള്ളൂ. ഇഖ്വാനുക്കും യമുദ്ദൂന ഫിൽ ഗയ്യ എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ സഹോദരന്മാർ തമ്മാടിത്തത്തിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതിന് അമദ്ദ എന്ന വാക്കാണ് പ്രയോഗിച്ചത്, മദ്ദ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. അതന്നെയാണ് ഇവിടെ ആശയവും. അപ്പോൾ ആ ചന്ദ്രൻ അതിൽ മുഴുകിയിരിക്കുന്നു, കാണാൻ മാത്രം അത് മുഴുകിയിരിക്കുന്നു. ആ കാണാൻ മാത്രം ആ ചന്ദ്രൻ്റെ അവസ്ഥയുണ്ട്. ആ 2-ാം തീയതിയോ 3-ാം തീയതിയോ ആണ്. 1-ാം തീയതിയുടെ വർത്തമാനമേ ഇവിടെ ഇല്ല.
ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ഇവർ വീണത് വിദ്യയാക്കാൻ വേണ്ടി 28-നും 29-നും ഒക്കെ പിന്നെ തെറ്റായ ദിവസം കണക്കൂട്ടി വന്നിട്ട് 29-ൻ്റെ അന്ന് എന്ന് തീരുമാനിച്ചിട്ട് ലോകം മുഴുവൻ നോമ്പ് നോക്കുമ്പോൾ ഇവർക്ക് എന്ന് 29 ആകുന്നുള്ളൂ എന്നതിനാൽ അവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇമ്മാതിരി പറഞ്ഞു ഒപ്പിച്ചതാണ് എന്ന് മാത്രമേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. വ്യാപകമായിട്ട് ഇവർ രണ്ടുപേരുടെ റഫീഖ് സലഫിയും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതേ സംഗതി തന്നെ. ആര് പറഞ്ഞാലും ശരി ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കരുത്. അള്ളാഹു പറഞ്ഞതിലേക്ക് മടങ്ങുക, അഹില്ലത്ത് നോക്കി തീരുമാനമെടുക്കുക. അതാണ് വൽക്കമറ ഖദ്ദർനാ മനാസില ഹത്താ ആദ കൽ ഉർജുൻ. അവസാനമായി കാണാൻ പറ്റാകുന്ന ഒരു ചന്ദ്രക്കലയുണ്ട്. അത് മിക്കവാറും ഒരു കൊല്ലത്തിൽ എല്ലാ മാസത്തിലെയും അവസാനത്തെ ദിവസത്തിലെ തലേ ദിവസം ചന്ദ്രക്കല പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയത്തിൻ്റെ മുമ്പ് കാണാൻ കഴിയും. അതാണ് ലാസ്റ്റ് വിസിബിൾ ക്രസൻ്റ് എന്ന് പറയുന്ന ഉർജുൽ ഖദീം. അത് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതുണ്ട് എന്ന് ഉറപ്പായാലോ പിറ്റേ ദിവസം ചന്ദ്രന് മുഖമില്ല, ഫേസ് ഇല്ലാത്ത മുഖം. അന്ന് ചന്ദ്രൻ്റെ കറുത്ത ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖവും വെളുത്ത ഭാഗം മുഴുവൻ സൂര്യൻ അഭിമുഖമായതുകൊണ്ട് ഒരു പൊടി പോലും വെളിച്ചം അതിൽ തട്ടാത്തതുകൊണ്ട് ഇരുളേറിയ ദിവസമായിരിക്കും അന്ന്. ആ ദിവസത്തിൻ്റെ എൻഡിൽ ഗ്രഹണം ഇത് പിന്നെ ന്യൂമൂൺ സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ഹിലാൽ ജന്മം കൊണ്ട് കഴിഞ്ഞാൽ ആ മാസം മാറുന്നുണ്ട്, പിറ്റേ ദിവസം 1-ാം തീയതി ആരംഭിക്കുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇത് കണ്ടും കേട്ടും നിൽക്കുന്നുണ്ട്. ഇബ്നു ഉമറിനെ പോലെ തന്നെ പ്രഗത്ഭ ചന്ദ്രനിരീക്ഷകനായിരുന്നു ഇബ്നു അബ്ബാസ്. സഹാബികളുടെ തർക്കം ലളിതമായി തീർത്തു കൊടുത്തു. അവർ ഏത് ദിവസത്തിലെ രാത്രിയിലാണോ ചന്ദ്രക്കല കാണുന്നത് ആ കല ആ ദിവസത്തിലേതാണെന്ന്. ഫഹുവ ലൈലത്തിൻ റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ട ദിവസത്തിലേക്കുള്ളതാണത് എന്നാ. എവിടെ വ്യക്തമല്ല അറബി ഭാഷയിൽ. ഫഹുവ, ആ നിങ്ങൾ കണ്ട ഹിലാല് ലി ലൈലത്തിൻ, ഒരു രാത്രിക്കുള്ളതാണ്, ഒരു ദിവസത്തിനുള്ളതാണ്. റഅയ്തുമൂഹു, നിങ്ങൾ അതിനെ കണ്ടല്ലോ. ആ കണ്ട ആ ചന്ദ്രക്കല ആ ദിവസത്തിൻ്റെതാണ്. 2ആണെങ്കിൽ 2-ൻ്റേതാണ്, 3ആണെങ്കിൽ 3-ൻ്റേതാണ്. അപ്പോൾ നിങ്ങൾ എണ്ണി വരുന്ന ദിവസത്തിൽ ഇന്ന് 2ആണെങ്കിൽ 2-ൻ്റെ കലയാണത്, 3-ൻ്റേതാണ് 3-ൻ്റെ കലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് റസൂൽ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നത്. ഇത് റസൂലിലേക്ക് എത്തുന്ന ഹദീസല്ല, ഇത് യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസിലെത്തുന്ന വർത്തമാനമാണ്. റസൂൽ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ഇത് അവസാനിപ്പിക്കണം. കൃത്യമായ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നമസ്കാരത്തിനും പിന്നെ നോമ്പ് തുറക്കുന്നതിനും മറ്റുള്ള സവാല് നീങ്ങിയതും എല്ലാം മനസ്സിലാക്കുന്നതിന് ശാസ്ത്രീയപരമായ സംവിധാനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനും സ്വീകരിക്കുന്നൊരു വിരോധവുമില്ല. എല്ലാ ഭിന്നതയും തീർന്നുകൊണ്ട് കൃത്യമായ നോമ്പും പെരുന്നാളും ലോകത്തിൻ്റെ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഇത്തരം വിഷയം വരുമ്പോൾ പിന്നെയും നമുക്ക് സംസാരിക്കാവുന്നതാണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.